പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കെ സുധാകരൻ പാർട്ടിക്ക് വഴങ്ങിയെങ്കിലും കണ്ണൂർ കോൺഗ്രസിലെ തലവേദന ഒഴിയുന്നില്ല എന്ന വാർത്തയാണ്. അത് കണ്ണൂരിലല്ല, പയ്യന്നൂരിലും തളിപ്പറമ്പിലും CPM വിമതരെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. തളിപ്പറമ്പിൽ UDF പിന്തുണയ്ക്കുന്ന TK ഗോവിന്ദനെതിരെ മത്സരിക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. ജില്ലാ അധ്യക്ഷൻ വിജിൽ മോഹനൻ പത്രിക നൽകുമെന്നറിയുന്നു. കല്യാശ്ശേരിയിൽ അതൃപ്തി പരസ്യമാക്കി രജിത്ത് നാറാത്ത് രംഗത്ത് വന്നു. മട്ടന്നൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസിൻ മജീദിനെ ഒഴിവാക്കിയതിലും അതൃപ്തിയുണ്ട്. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, കണ്ണൂരിൽ കെ സുധാകരൻ ഉയർത്തിയ ആശങ്ക ഒന്ന് അണഞ്ഞു വരുന്നതിനിടയിലാണ് ഇപ്പോൾ പയ്യന്നൂരിലും തളിപ്പറമ്പിലും വിമതശല്യം കോൺഗ്രസിനെ വേട്ടയാടാൻ പോകുന്നത്. അതും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ തന്നെ പത്രിക നൽകാൻ പോകുന്നു എന്നുള്ള വിവരമാണ്. വിജിൽ മോഹന്റെ പ്രതിഷേധം പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഈ CPM വിട്ടു വന്നവരെ സ്ഥാനാർത്ഥിയാക്കിയതിലാണ്. മിക്കവാറും എല്ലായിടങ്ങളിലും അത്തരം പ്രതികരണങ്ങളുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്. വിശിഷ്യ കോൺഗ്രസിൽ തന്നെ അർഹതപ്പെട്ടവരുണ്ടായിരുന്നിട്ടും എന്തിനാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് എന്നുള്ളതാണ് അവരുടെ ചോദ്യം. ചുരുക്കത്തിൽ തളിപ്പറമ്പിൽ വിജിൽ മോഹനും കല്യാശ്ശേരിയിൽ രജിത്ത് നാറാത്തും ഒക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ടോ? അതോ അവസാന നിമിഷം ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ദിവസം വരെ മാത്രമേ ഈ ടെൻഷൻ ഉണ്ടാകുകയുള്ളൂ? നേതൃത്വം അനുനയിപ്പിച്ചവരെ പിൻവലിപ്പിക്കുമോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? അർജുൻ കല്യാൺ. ഡോക്ടറിന് തീർച്ചയായിട്ടും കെ സുധാകരനുമായി ബന്ധപ്പെട്ടുണ്ടായ തലവേദനകളെല്ലാം പാർട്ടി ഒരു തരത്തിൽ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ വലിയ ശ്രമങ്ങൾക്കൊടുവിൽ അത് പരിഹരിച്ചു എന്നുള്ള ആശ്വാസത്തിനിടയിലാണ് വലിയ രീതിയിൽ പാർട്ടിയെ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ചില ഭാരവാഹികളുടെ ഭാഗത്തു നിന്നുമൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത്. തളിപ്പറമ്പിൽ CPIM വിമതനായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന TK ഗോവിന്ദനെ UDF പിന്തുണക്കാൻ കോൺഗ്രസ് പിന്തുണ നൽകാൻ വേണ്ടി തീരുമാനമെടുത്തിരുന്നു. ആ തീരുമാനത്തിനെതിരെയാണ് അതിശക്തമായിട്ടുള്ള നീക്കവുമായി ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ എത്തുന്നത്. വിമത സ്ഥാനാർത്ഥി എന്ന തരത്തിൽ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് ഇപ്പോൾ വിജിൽ മോഹനൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ഇന്നായിരുന്നു വിജിൽ മോഹനൻ നാമനിർദ്ദേശ പത്രിക നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് അവധിയായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് കല്യാശ്ശേരിയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നൽകിയിട്ടുള്ള പട്ടികയിൽ പ്രാഥമികമായി, അതായത് ഒന്നാമത്തെ പേരുകാരനായി ഉണ്ടായിരുന്നത് DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള രജിത്ത് നാറാത്തിന്റെ പേരാണ്. പക്ഷേ അവസാന നിമിഷം മണിക്കൂറുകളിലൊക്കെ ആ പേര് അട്ടിമറിക്കപ്പെടുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് കരുതുന്നത്. അതായത് ജില്ലയിലെ പ്രധാനപ്പെട്ട KC വേണുഗോപാലിന്റെ അനുയായിയെ അവിടെ തിരികെ കയറ്റുകയായിരുന്നു. രാജീവൻ കപ്പച്ചേരിയാണ് ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് KC വേണുഗോപാലിന്റെ അടുത്ത ആളാണ്. അതുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നൽകിയിട്ടുള്ള പട്ടികയെ അട്ടിമറിച്ചുകൊണ്ട് KC വേണുഗോപാലിന്റെ ആളെ തിരികെ കയറ്റുന്ന നിലപാട് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്ന നിലപാടാണ് രജിത്ത് നാറാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ രജിത്ത് നാറാത്ത് ആ അതൃപ്തി പരസ്യമാക്കുകയും ചെയ്തിരുന്നു. ഫേസ്ബുക്കിനകത്ത് പെട്ടി തൂക്കി സ്ഥാനാർത്ഥിത്വം നേടാൻ തനിക്ക് താല്പര്യമില്ല എന്നുള്ള തുറന്ന ഒരു പ്രതികരണത്തിലേക്ക് പോയിരുന്നു. നേരത്തെ മട്ടന്നൂരിലും സമാനമായ രീതിയിൽ തന്നെ, അതായത് മട്ടന്നൂരിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുള്ള ഫർസിൻ മജീദ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഉപാധ്യക്ഷനാണ്. ആ ഫർസിൻ മജീദിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള ആവശ്യം ആദ്യഘട്ടം മുതൽ തന്നെ അവിടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റികളും ഒക്കെ പ്രമേയം പാസ്സാക്കുന്ന നടപടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവിടെ RSPയുടെ സീറ്റായിരുന്നു. ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ആ ആവശ്യം അംഗീകരിക്കപ്പെട്ടെങ്കിലും അവിടെ സ്ഥാനാർത്ഥിയായി വന്നത് KPCC അംഗമായിട്ടുള്ള ചന്ദ്രൻ തില്ലങ്കേരിയാണ്. അതായത് ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഫർസിൻ മജീദിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാതെ സണ്ണി ജോസഫിന്റെ ഒരു നോമിനിയായി ചന്ദ്രൻ തില്ലങ്കേരി അവിടെ അവസാന നിമിഷം അവരോധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു വികാരമാണ് അവിടെയുള്ളത്. ഫർസിൻ മജീദ് നേരിട്ട് ഒരു അസംതൃപ്തിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരസ്യ പ്രതിനിധിത്വമോ തയ്യാറായിട്ടില്ല. പക്ഷേ ഫർസിൻ മജീദുമായി അടുത്ത് നിൽക്കുന്ന ഒരുപാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർ ഈ അസംതൃപ്തി ഒക്കെ പരസ്യമായി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരം കമ്മ്യൂണിക്കേഷനുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കണ്ണൂരിൽ കോൺഗ്രസിന് തലവേദന ഒഴിയുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിലും പറയാൻ വേണ്ടി കഴിയുന്നത്. സുധാകരനെ താൽക്കാലികമായി അനുനയിപ്പിച്ചു, പക്ഷേ ഇവരെയൊക്കെ എങ്ങനെ അനുനയിപ്പിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായി ഉയരുന്ന ഒരു ചോദ്യം. ഡോക്ടർ, കണ്ണൂരിൽ പ്രത്യേകിച്ച് പയ്യന്നൂരിലും തളിപ്പറമ്പിലും CPM വിട്ടുവന്നവരെ സ്ഥാനാർത്ഥിയാക്കിയതിലാണ് വലിയ പ്രതിഷേധമുണ്ടാകുന്നത് എന്നുള്ള വിവരമാണ് അർജുൻ കല്യാൺ നൽകുന്നത്.